കോഴിക്കോട് നിന്ന് ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ റൺവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് സ്പീഡ് നോക്കിയാൽ കാണാം 17 kds 19 kds എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രൗണ്ട് സ്പീഡ് നോക്കിയാൽ കാണാം. പറന്നിട്ടില്ല. കാരണം ഫീറ്റ് നോക്കിക്കഴിഞ്ഞാൽ 0 ഫീറ്റ് ആണെന്ന് കാണാം. അപ്പോൾ റൺവേ കൂടെ പറക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കഴിഞ്ഞിട്ട് ഇനി അവിടുന്ന് അത് പറക്കാൻ ലൂട്ട് അടിക്കും. സ്പീഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? 15 ആയി. ഇനി കുറഞ്ഞു തുടങ്ങി. കുറഞ്ഞു തുടങ്ങിയിട്ട് അവിടെ ഇങ്ങനെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞ് 4 ആയി. കണ്ടില്ലേ? നമ്മുടെ കോഴിക്കോട് റൺവേയിൽ നിന്ന് ഷാർജയിലേക്കുള്ള വിമാനം ഇതാ തിരിഞ്ഞു. തിരിഞ്ഞു കയറുമ്പോൾ ശ്രദ്ധിച്ചോണം. ഈ സ്പീഡ് പൂർണ്ണമായും നിങ്ങൾ നോക്കിപ്പോകണം. കണ്ടോ? സ്പീഡ് കൂടിപ്പോകുന്നത് കണ്ടോ? ഇപ്പോൾ പൊങ്ങും. പൊങ്ങി. കണ്ടില്ലേ? സ്പീഡ് കൂടി വരുന്നത്. ആ സ്പീഡും പൂർണ്ണമായും നോക്കിപ്പോകണം. കണ്ടോ? കുമ്മണിപ്പുറം കഴിഞ്ഞ് ദേവദയാലിന്റെ സൈഡിൽ കൂടെ അങ്ങനെ ബേപ്പൂർ പള്ളിക്കൽ പഴയങ്ങോട്ടൂരിലേക്ക് എത്തി. പഴയങ്ങോട്ടൂരിന്റെ മുകളിലൂടെ അങ്ങനെ 3000 അടിയിലായി. തിരിച്ചു കയറിച്ച ഒരു പാടം ചേലമ്പർ. ഇതാ വേറൊരു ഫ്ലൈറ്റ് വരുന്നത് നമുക്ക് കാണാം. കോഴിക്കോട്ടേക്കുള്ളത്. ഇതാ ഫറൂഖ്. ഇപ്പോൾ ഇത് 24:35 5000 ഫീറ്റ് 5500 ബേപ്പൂർ കഴിഞ്ഞു. കടലിന്റെ മുകളിലേക്ക് എത്തി. കടലിന്റെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും എത്രയായി? 6000 അടിയായി. വേറൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതാ കടലിന്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ട്. ഇങ്ങനെയാണ് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് പൊങ്ങിപ്പോകുന്നത്.